2026 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് 2 മത്സരങ്ങൾക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ 26 അംഗ സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സ്ക്വാഡിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല, സാധാരണ എങ്ങനെയാണല്ലോ അതുപോലെ തന്നെയൊക്കെയാണ് ഈ ഒരു സ്ക്വാഡും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഗോൾ കീപ്പർമാരായിട്ട് ഗുപ്രീത് സിംഗ്, അമരേന്ദ്ര സിംഗ്, വിശാൽ കൈത്തെ ഇവരാണ് വന്നിട്ടുള്ളത്. ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ആകാശ് മിശ്ര, മെഹ്താബ് സിംഗ്, രാഹുൽ ബേക്കെ, നിഖിൽ പൂജാരി, സുഭാസിസ് ബോസ്, അൻവർ അലി, അമയ് ഗണേഷ്, ജയ് ഗുപ്ത ഈ ഒരു ലിസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് അമയ് ഗണേഷാണ് എനിക്കൊരു പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത്. അദ്ദേഹം കറൻലി ഒഡീഷ FC വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അവിടെ അത്യാവശ്യം നല്ലൊരു മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് ഡിഫൻസിലേക്ക്. ഇപ്പോൾ നമുക്കറിയാം ജിങ്കൻ ഇല്ലാത്ത ഒരു പോരായ്മ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഈ ഒരു ടൂർണമെൻറ്റിൽ പരീക്ഷിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നോക്കുന്ന സമയത്ത്. ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് അദ്ദേഹം നല്ലൊരു തരക്കേടില്ലാത്തൊരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു നാഷണൽ സീനിയർ ടീമിലേക്കുള്ള ഒരു ഫസ്റ്റ് എൻട്രി ആണ് ഇത്. അണ്ടർ 20, 20, 90, 70 ടീമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ മികച്ച പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അനിരുദ്ധ് താപ്പ, ബ്രാൻഡൻ ഫെർണാണ്ടസ്, ലിസ്റ്റൺ കൊളാക്കോ, മഹേഷ് സിംഗ് നോറം, സുഭാസിസ് സിംഗ്, ജെയ്ക്സൺ, ദീപക്, അപ്പൂയ, ഇമ്രാൻ ഖാൻ ഇവരൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫോർവേഡ് ആയിട്ട് നമുക്ക് സാധാരണ വരുമ്പോൾ തന്നെ സുനിൽ ഛേത്രി, ലാഹുൽ ചാന്ദെ, മൻവീർ സിംഗ്, വിക്രം പ്രതാപ് സിംഗ്. ഈ ഒരു ലിസ്റ്റിലേക്ക് നോക്കിയ സമയത്ത് നമുക്കറിയാം സുനിൽ ഛേത്രി ഇപ്പോൾ അത്ര നല്ലൊരു ഫോമിലല്ല കളിക്കുന്നത്. ലാഹുൽ ചാന്ദേൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അദ്ദേഹം ഒരു തെറ്റില്ലാത്തൊരു കളി കളിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു മികച്ചൊരു പ്രകടനമൊന്നും അദ്ദേഹം ഈ ഒരു ISL കാഴ്ചവെച്ചില്ല. പക്ഷേ വിക്രം പ്രതാപ് സിംഗിലാണ് നമുക്ക് എല്ലാ പ്രതീക്ഷയുള്ളത്. കഴിഞ്ഞ ഒരു കളിയിൽ മുംബൈ സിറ്റിക്ക് വേണ്ടി 3 ഗോളുകളാണ് ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിസിഷനൊക്കെ വളരെയധികം നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീഗിലെ പ്ലേയേഴ്സിനോട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നൊരു മികച്ച ഒരു ടീം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുമായിരുന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ടീമിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. ഇന്ത്യൻ ഫുട്ബോൾ ടീം അഫ്ഗാനിസ്ഥാനെതിരെ മികച്ച വിജയം തന്നെ സ്വന്തമാക്കട്ടെ. എന്നിട്ട് ഇന്ത്യ 2026 ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് 3 മത്സരങ്ങൾക്ക് പ്രവേശനം ലഭിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.